നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും അരിമ്പാറ എന്നൊരവസ്ഥ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു രീതിയിലേക്ക് നമ്മൾ പോകാറുണ്ട്. പലപ്പോഴും പല നേർച്ചകൾ ചെയ്യുന്നവരുണ്ട്, ഇനി കുറേ കരിച്ചു കളയാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെ കരിച്ചു കളഞ്ഞിട്ട് പിന്നെയും വരുന്നവരുണ്ട്. അത് തന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ചെറുതും വലുതുമായിട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അരിമ്പാറ എന്ന ഒരവസ്ഥ എങ്ങനെയാണ് ശരിയായ രീതിയിൽ പരിഹരിക്കാൻ പറ്റുന്നത്, അതും മറ്റ് വേദനകളോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ മരുന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വാട്സ് അഥവാ അരിമ്പാറ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ വരാറുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ കൂടുതൽ വരുന്നത് നമ്മുടെ കൈകളിലും അതുപോലെ തന്നെ ഇപ്പോൾ ജെനിറ്റൽ വാർഡ്സ്, നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ വരുന്ന അത്തരത്തിലുള്ള വാർഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നോർമലി ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ HPV എന്നൊരു വൈറൽ ഇൻഫെക്ഷനാണ് ഈ വാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാർഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിപ്പോൾ പല പ്രതലങ്ങളിലും ഇത്തരത്തിലുള്ള വൈറസുകൾ ഉണ്ടാവാം. പക്ഷേ നമ്മുടെ ഒരു രോഗപ്രതിരോധ ശേഷിയുടെ കുറവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ കട്ട് ആയിട്ടുള്ള സർഫസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുവഴിയാണ് ഇത് നമ്മളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് എത്തുന്നത്. അപ്പം ഇതൊരു കണ്ടേജിയസ്, അതായത് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പകരാനും ഒരു ശരീരഭാഗത്തു നിന്ന് അടുത്ത ഭാഗത്തേക്ക് പകരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകൾ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്, ഇതിനെ നമ്മൾ എങ്ങനെയാണ് ചെറുത്ത് നിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞു, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസാണ് ഉണ്ടാക്കുന്നത്. പൊതുവെ കൈകളിൽ വരുന്ന വാർഡ്സിനെ കുറിച്ചാണ് എല്ലാവരും വളരെ കൺസേൺ ഉള്ളത്. ഇപ്പോൾ കൈയുടെ പത്തിയിലും അതുപോലെ തന്നെ കൈത്തണ്ടയിലും വിരലുകളിലും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നത് നോർമലി ഒരു റൗണ്ട് ആയിരിക്കും, കുറച്ചൊരു റഫായിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കും. ചിലതിലാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു പരിക്കൻ ടെക്സ്ചറിന് മുകളിൽ ചെറിയ ചെറിയ കറുത്ത കുത്തുകൾ, ഒരു പിൻ പോയിൻ്റ് ചെയ്ത് ഇങ്ങനെ കറുത്ത കുത്തുകൾ നമുക്ക് കാണാൻ പറ്റും. അത് ഈ ബ്ലഡ് വെസൽസ്, ചെറിയ വെസൽസ് പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ ക്യാപ്പിലറീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ വന്നിട്ട് ഡിജനറേറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ആ കാണുന്ന ചെറിയ ചെറിയ കുത്തുകൾ. ഇപ്പോൾ ചിലരിലാണെങ്കിൽ ഇതിന് ചെറിയൊരു ചൊറിച്ചിൽ കാണും, ചിലരിലാണെങ്കിൽ ഇതിങ്ങനെ പൊടിഞ്ഞു പോകാറുണ്ട്, ചിലരിൽ ചെറിയ രീതിയിൽ വേദന ഉണ്ടാവാറുണ്ട്, ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നോർമലി കാണുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന വാർഡ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. അതിൽ തന്നെ വെളുത്ത് പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിൽ കുറച്ച് ഡ്രൈ ആയിട്ട്, പിന്നെ കുറച്ചൊരു യെല്ലോയിഷ് ഷെയ്ഡിൽ വരുന്ന രീതിയിലുള്ള വാർഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഈ കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും കീബോർഡുകളാണ് കൂടുതലായിട്ടും. അതായത് ഇപ്പം ഒരു സിസ്റ്റത്തിൽ കുറച്ച് ആളുകൾ, അധികം ആൾക്കാർ വർക്ക് ചെയ്യണമെങ്കിൽ ആ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള വൈറസ് ഉണ്ടെങ്കിൽ, ആ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തവണ അത് ഉപയോഗിക്കുന്ന ആൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് നമ്മൾ മറ്റുള്ള രീതിയിലുള്ള വൈറൽ ഇൻഫെക്ഷൻ പോലെ ഇന്നിപ്പോൾ പെട്ടെന്ന് തന്നെ വരണം എന്നില്ല. ഇതിന് ശരിക്കും പറഞ്ഞാൽ കുറേ നാൾ ഡോർമെൻ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അതായത് ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു കോണ്ടാക്റ്റ് ഉണ്ടായി ഒരു 2 തൊട്ട് 4 മാസം, ഈവൻ 5-6 മാസം വരെ ഡോർമെൻ്റ് ആയിട്ട് ഇരിക്കുകയും പിന്നീടത് പുറത്തേക്ക് വരികയും ചെയ്യാനുള്ളൊരു ആ ഒരു സാധ്യത ഇതിനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണിത് നമുക്ക് കിട്ടുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഈ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിൽ തന്നെ കോമൺ ആയിട്ട് വരുന്ന നെയിൽ കട്ടേഴ്സ് വരും. അപ്പോൾ വീട്ടിൽ തന്നെ ഒരാൾക്കുണ്ടെങ്കിൽ വീട്ടിലെ മറ്റൊരാൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്ന പ്യൂമാറ്റിക് സ്റ്റോൺ, അതായത് നമ്മളിപ്പം കാലും കൈയൊക്കെ റഫായി കഴിയുമ്പം അവിടുത്തെ ഡെഡ് സെൽസ് കളയാനായിട്ട് ഉപയോഗിക്കുന്ന പ്യൂമാറ്റിക് സ്റ്റോൺ, അതുപോലെ തന്നെ നെയിൽ ഷേപ്പേഴ്സ്, നെയിൽ കട്ടേഴ്സ്, സ്ക്രേപ്പേഴ്സ്, ഇപ്പം കാലൊക്കെ സ്മൂത്താക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രേപ്പേഴ്സ്, ടവൽസ്, ഈവൻ പ്ലേറ്റ്സ് പോലും നമ്മൾ എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. അങ്ങനെ കോണ്ടാക്റ്റ് വരുന്ന ഏത് സർഫസിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വൈറൽ അറ്റാക്ക് ഉണ്ടാകാം. ഇനി ഇതിനെ പേടിച്ചിട്ട് നമുക്ക് എവിടെയും തൊടാതിരിക്കാനോ അല്ലെങ്കിൽ ഓവറായിട്ട് കൈ കഴുകിക്കൊണ്ട് നടക്കാനോ സാനിറ്റൈസ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് നോർമലി ഒരു ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമാണ്. ഇത് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഒരു വൈറസാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു വളരെ വലിയ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ പറ്റത്തില്ല. പക്ഷേ
നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്മളെ ഇമ്മ്യൂണാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പല അവസ്ഥകളും പോലെ നമ്മുടെ ഇമ്മ്യൂൺ ലോസ് പ്രധാനമായിട്ടും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള പനിയോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഭയങ്കര വീക്കായിരിക്കുകയാണെങ്കിൽ, അതല്ല നമുക്ക് സ്ട്രെസ്സ് കൂടുതലാണെങ്കിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ ഒരു ഇമ്മ്യൂൺ ലോസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇമ്മ്യൂണിറ്റി റീഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാം, വെജിറ്റബിൾസ് കഴിക്കാം, അതുപോലെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും, എസ്പെഷ്യലി നമ്മൾ നാരങ്ങ പോലെ, ഓറഞ്ചസ് പോലെ, മുസാമ്പി, നെല്ലിക്ക, പേരയ്ക്ക, ജാമ്പയ്ക്ക, ഇങ്ങനെ ചെറീസ് ആൻഡ് ബെറീസ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കുക. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത്, റെഡ് മീറ്റ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു സീക്വൻസ് കൂടുതലായിരിക്കും. ഇത് വരാനുള്ളൊരു സാധ്യത എന്നുള്ളതല്ല, വന്നു കഴിഞ്ഞാൽ ഇത് വളരെ വലിയ രീതിയിൽ ട്രിഗർ ചെയ്ത് കുറേ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും. ഇപ്പോൾ കയ്യിലാണെങ്കിൽ ചെറിയൊരെണ്ണം വന്നു കഴിഞ്ഞാൽ ചിലർക്കത് കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരെണ്ണം വരുന്നതോ, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമായിട്ട് നിൽക്കും. പക്ഷേ ചിലരിൽ ഞാൻ കണ്ടിട്ട് വളരെ വിഗറസ് ആയിട്ട് വയലൻ്റ് ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യുന്നതും അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതും കാണുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ളത്, ഈ റെഡ് മീറ്റിൻ്റെ അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസിൻ്റെ, ജങ്ക് ഫുഡിൻ്റെ ഒക്കെ ഒരു ഉപയോഗം, അല്ലെങ്കിൽ ഷുഗറിൻ്റെ അമിതമായ ഉപയോഗം ഇതിനെ ഏതോ രീതിയിൽ ട്രിഗർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കുറച്ച് നിർത്താനായിട്ട് നോക്കുക. ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഈ ഫുഡിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി നമ്മൾ ചെയ്തുകൂടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി ഇപ്പം വാട്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ടെൻഡൻസി ആണ് അതിനെ സ്ക്രേപ്പ് ചെയ്യാൻ, അതിങ്ങനെ ചുരണ്ടി അതിനെ ഒന്ന് ഇളക്കി കളയാനായിട്ടുള്ളൊരു ഇത് നോക്കാറുണ്ട്. ചിലർ ബ്ലേഡ് വെച്ചിട്ട് ചെത്തി കളയാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഹാബിറ്റ്സ് നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കുക. കാരണം നമ്മളിപ്പം സ്ക്രേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈയുടെ നഖത്തിൽ അത് കയറി കഴിഞ്ഞാൽ വൈറസ് അവിടേക്ക് വരികയാണ്. പിന്നീട് നമ്മൾ അടുത്ത ഒരാളെ സ്പർശിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബോഡി പാർട്സിൽ എവിടെയെങ്കിലും നമ്മൾ തൊടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വാട്സ് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്യാതിരിക്കുക, അതിനെ നുള്ളാതിരിക്കുക, അതിനെ തൊടാതിരിക്കുക, മാക്സിമം അതിനെ ടച്ച് ചെയ്യാതെ ഐസൊലേറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഈ നെയിൽ ബൈറ്റിംഗ് പോലുള്ള കാര്യം, അതായത് നഖം കടിക്കുക, കൈ എപ്പോഴും ഇങ്ങനെ വായിൽ വയ്ക്കുക, അല്ലെങ്കിൽ പേനയുടെ ഇത് നമ്മൾ ക്യാപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന ഒരുപാട് പേരുണ്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഹാബിറ്റ്സ്, എന്തെങ്കിലുമൊക്കെ വെച്ച് കടിക്കുന്ന ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കാനായിട്ട് നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ വാട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വരാതിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഹോമിയോപ്പതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം വൈസ് നമുക്ക് ഒരിക്കലും ഒരു ഇൻവേസീവ് ആയിട്ടുള്ള, അതായത് എന്തെങ്കിലും രീതിയിൽ നമ്മളെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാറില്ല നമ്മളങ്ങനെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർമലി മെഡിസിൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞ വൈറസിനെ അറ്റാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെതിരെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താനുള്ള മെഡിസിൻസാണ് ഉള്ളത്. അപ്പം നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ, ഇപ്പം ഇതൊരു കുഞ്ഞിൻ്റെ കൈയാണ്, ഒരു 7 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ കൈയാണ്. നമ്മളെ ക്ലിനിക്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്തൊരു കേസാണ്. വിത്തിൻ ഒരു 2 months, അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇമ്മ്യൂണിറ്റി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും. കയ്യിൽ നിറയെ ഉണ്ടായിരുന്നു. ആഫ്റ്റർ ഒരു 1.5 months ശേഷം നമുക്ക് കാണാൻ പറ്റും ആ ഒരു വാട്സിനെ നമുക്ക് യാതൊരു രീതിയിലുള്ള വേദനകളും ഇല്ലാതെ അതിനെ മാറ്റാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കയ്യിലല്ലാതെ കോമൺ ആയിട്ട് ചില ഏരിയാസിൽ നമുക്ക് കാണാറുണ്ട്. അങ്ങനെ മ്യൂക്കസ് മെംബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന ഒന്നാണ് ഈ മൂക്കിനകത്ത് നമ്മൾ കാണുന്നത്. വളരെ ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്. കാരണം എപ്പോഴും ടച്ച് ചെയ്യുന്ന സ്ഥലമാണ്, തുമ്മാൻ തോന്നും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അപ്പം ഇതും നമ്മൾ മെഡിസിൻസ് വെച്ചിട്ടാണ് നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ നോർമലി മെഡിസിൻസ്, പിന്നെ അതിനകത്ത് കുറേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാട്സിനെ നല്ല രീതിയിൽ തന്നെ ഒഴിവാക്കി നിർത്താനായിട്ട് സാധിക്കും. അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എത്ര വർഷം പഴക്കം, ചിലർക്ക് വന്നു കഴിഞ്ഞാൽ 2-3 വർഷം പഴക്കമൊക്കെ ആവാറുണ്ട്. ചിലരാണെങ്കിൽ അത് കോട്ടറിയൊക്കെ ചെയ്ത് അതിൻ്റെ ഫോമൊക്കെ മാറിയത് വേറൊരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ കേസ് സ്റ്റഡി നമ്മൾ നടത്തിയതിന് ശേഷമാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞത് നമ്മൾ നമ്മുടെ കൈകളിലൊക്കെ വരുന്ന വാട്സിനെ കുറിച്ചാണ്. ഇനി ജെനിറ്റൽ വാട്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരെണ്ണമുണ്ട്. അതായത് നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിലും അല്ലെങ്കിൽ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ വരുന്ന രീതിയിലുള്ള വാട്സ് ഉണ്ട്. അത് നോർമലി പലപ്പോഴും വരുന്നതൊരു സെക്ഷുവലി ഉള്ള ഒരു ഇത് കാരണമാണ് ഒരാളിൽ നിന്ന് അടുത്ത ആൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വേറെ തന്നെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും. കൂടുതലായിട്ടും വരുന്നത് ഈ പറഞ്ഞ കയ്യിലും അല്ലെങ്കിൽ കാലിലും അങ്ങനെ വരുന്ന വാട്സ് ആണ്. ഇനി മിഡ് ലൈനിൽ വരുന്നുണ്ട്, അതായത്
അതായത് ഇങ്ങനെ തലയിൽ വരുന്നതുണ്ട്, തലയോട്ടിയിൽ വരുന്നതുണ്ട്, അപ്പം ഇത്തരത്തിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വരുന്നതുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്.